ഒരിക്കൽ മഹാപുരോഹിതനായ ഹന്നാവും കയ്യഫാവും യോഹന്നാനും അലക്സന്തരും മഹാപുരോഹിത വംശത്തിലുള്ള സകലരും ചേർന്ന് പത്രോസിനെയും യോഹന്നാനെയും വിചാരണ ചെയ്യുമ്പോൾ പത്രോസ് പരിശുദ്ധയാത്മാവ് നിറഞ്ഞ് ഈ അധികാരത്തിൽപ്പെട്ടവരോട് പറഞ്ഞത്, വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. പത്രോസ് പറഞ്ഞ ആ മൂലക്കല്ല് യേശു ക്രിസ്തുവായിരുന്നു. എന്നിട്ട് ഈ പത്രോസ് വീണ്ടും അവരെ നോക്കി പറഞ്ഞ ഒരു മഹത്തായ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. എന്നെ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തെ, എനിക്കും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കഴിവുകളുള്ളവരായിരിക്കാം, നിങ്ങൾ പഠിത്തമുള്ളവരായിരിക്കാം, നല്ല ജോലിയുള്ളവരായിരിക്കാം, നല്ല സമ്പത്തുള്ളവരായിരിക്കാം, ഒരുപക്ഷെ സാധാരണക്കാരൻ കൂടിയായിരിക്കാം. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയുന്നത് ലോകരക്ഷകനായ ഈ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അത് തിരിച്ചറിഞ്ഞ് ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ നടക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു.